2.5 കൊല്ലത്തെ സംഭവമാണ് ഷിഫാസ്. എന്ത് പറയാനുള്ള എനിക്ക് ഷിഫാസിന്റെ 2.5 കൊല്ലത്തെ സംഭവത്തെയാണ് ഗൈസ്. ഷിഫാസിന്റെ 2.5 കൊല്ലത്തെ അധ്വാനമാണ് ഇവിടെ ഇന്ന് പൊട്ടിച്ചത്. നോട്ട് കുറവാ, സൗകര്യമുണ്ടല്ലോ. അല്ലുണ്ട്. പണ്ടാരം പൊളിച്ചു. പണ്ടാരം 2.5 കൊല്ലത്തെ അധ്വാനാണ്. ഷിഫാസ്, എനിക്കത് പറയാനുള്ള 2.5 കൊല്ലത്തെ അധ്വാനത്തിന് ഇതിലില്ലാത്ത കറൻസി ഒന്നും ഇല്ല ഗൈസ്. സൗദിന്റെ ഡോളറുണ്ട്, ദിനാറുണ്ട്, ദീർഘുണ്ട്, അങ്ങനെ എല്ലാ കറൻസിയും ഉണ്ട് ഗൈസ്. ഷിഫാസ് 2.5 കൊല്ലത്തെ അങ്ങനെ ഷെയ്ഫന്റെ 2.5 കൊല്ലത്തെ അധ്വാനം ഇവിടെ ഉണ്ട്. ഷിഫാസിന്റെ 2.5 കൊല്ലത്തെ അധ്വാനത്തിന്റെ ബോക്സ് പൊട്ടിച്ചു ഞങ്ങൾ. അങ്ങനെ ഇതാ കറൻസി നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഷിഫാസ്, എന്താന്ന് പറയാനുള്ളത്? ഷിയാഖാന്റെ പോക്കറ്റിലേക്ക് ദിനാറ് ഞാനും എണ്ണാനിരുന്നാലോ ഗൈസ്, ഞാനും എണ്ണാനിരുന്നാലോ ഇതിലാണ് ഗൈസ്. ഷിഫാസിന്റെ പണ്ടാരം പൊളിച്ച പൈസ നമ്മളടുത്തതായി കൂട്ടാൻ പോകുന്നത്. ഇന്ത്യക്കാക ഈ പ്രായത്തിൽ ഇത് ഇവനെ ഗായ്സ് ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇവന്റെ ഈ കുഞ്ഞു പ്രായത്തിൽ ഒരു പാണോളം ഇവന്റെ പെങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനത്തെ വലിയ മകനാണ്. ഇതേപോലെ ഒരുപാട് ചില്ലറ ബഹ്റൈൻ റുപ്പീസും ബഹ്റൈൻ ദിനാറും വെച്ചിട്ട് ഇതാ ഷിഫാസിനെ പോലത്തെ തങ്കക്കുടമായ വ്യക്തിയാണ് ഇവൻ. ഇവന്റെ മുഖത്ത് നോക്കുക ഗായ്സ്, എത്ര മനോഹരമായ മുഖമാണ്. ഇവനെ പോലത്തെ ഈ ചെറിയ പ്രായത്തിൽ ഒരു പാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് ഗായ്സ് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവൻ 2.5 വർഷത്തെ ഇവന്റെ അധ്വാനത്തിൽ ഇവന്റെ പെങ്ങയ്ക്ക് മേടിച്ചു കൊടുത്തു ഗായ്സ്. ഇതാ ഇവൻ ഗോൾഡ് മേടിച്ചു കൊടുത്തു. ഷേപ്പാ, നിന്റെ ഭാഗ്യല്ലേ എനിക്ക് ഇതേപോലത്തെ ഇക്കാക്ക ഒരു പാണ് മേടിച്ചരാന്ന് പറഞ്ഞത്. ഇതിപ്പോ ഒരു പാണല്ല, മീൻസ് ഒരു പാണ് ഇവൻ ഏഡ് ചെയ്തു. ഇതിന്റെ പേരും ഗായ്സ് മുക്കാപ്പാണ്. ഷേപ്പ് ഹാപ്പി അല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഭാഗ്യല്ലേ ഇങ്ങനത്തെ ഇക്കാക്കനെ കിട്ടിയത് അല്ലേ? ഷിഫാസ്, നിനക്കെന്താ പറയാനുള്ളത്? പറയൂ. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഈ 2.5 കൊല്ലം നീ 2.5 കൊല്ലം എങ്ങനെ നീ ഷിഫാസ് ഇങ്ങനെ ശേഖരിച്ചു വെച്ചു? പറയൂ 2.5 കൊല്ലം ഇത് നീക്കെന്നാ ടിപ്പ് കൊടുക്കാനുള്ളത്? പ്രേക്ഷകർക്ക് പറയൂ, ടിപ്പ് കൊടുക്കാനുള്ളത് പറയൂ. ഇങ്ങനെ ഈ പൈസന്റെ നീ എങ്ങനെയാണ് ഇത് സ്വരൂപിച്ച് ഇങ്ങനെ എന്റെ പങ്കക്ക് വേണ്ടിട്ട് ഇങ്ങനെ മേടിച്ചു കൊടുത്തത് ഈ ചെറിയ പ്രായത്തിൽ? പറയൂ. എനിക്കൊരു ഇന്റർവ്യൂ തരൂ. പറയൂ. ഇവള് ജനിച്ചപ്പോ മുതൽ എനിക്കൊരു ആഗ്രഹം ഇവൾക്കൊരു പൊന്നു വാങ്ങിച്ചെടുക്കണം. അന്ന് മുതൽ നീ തീരുമാനിച്ചു ഇങ്ങനെ ഒരു പണ്ടാരം മേടിച്ചിട്ട് 2.5 വർഷം കൊണ്ട് നിന്റെ പെങ്ങക്ക് ഗോൾഡ് ഉണ്ടാക്കി കൊടുക്കണോ അല്ലേ? നീ മറ്റുള്ള പിള്ളേരോടെല്ലാം എന്താണ്, പെങ്ങന്മാരുള്ള അനിയന്മാരോ ഏട്ടന്മാരോടെല്ലാം നിനക്ക് പറയാനുള്ളത്? പറയൂ. നിങ്ങളെപ്പോൾ നിങ്ങളെ കുട്ടികൾക്കെല്ലാം നിങ്ങളെ അനിയത്തിമാർക്കെല്ലാം നിങ്ങൾ പോയിട്ട് പൊന്നു വാങ്ങിച്ചു കൊടുക്കാം. എങ്ങനെ പൈസ സ്കോർ ചെയ്തിട്ട് എങ്ങനെ പണ്ടാരത്തിലിട്ടിട്ട് കിട്ടുന്ന പൈസ അല്ലേ ഗൈസ്? അതാണ് ഇവൻ തരുന്ന ടിപ്പ് ഗൈസ്. ഷെയ്ഫാ, പറയൂ, നിനക്കെന്താ പറയാനുള്ളത്? പറയൂ. നിക്കാക്ക വളരെ നല്ല വ്യക്തിയല്ലേ? ഈ ചെറിയ പ്രായത്തിൽ നോക്കൂ, എന്റെ ഗോൾഡ് കാണിക്കൂ. ഗോൾഡ് കൊടുത്തേ. എന്റെ പൊന്നെവിടെ? വള കാണിക്കൂ. വള അതല്ല എന്റെ വള ഇക്കാക്ക മറിച്ച വള അങ്ങനെ കുപ്പി വളക്കിലെങ്കിലെങ്കിലെങ്ങുന്നല്ലോ. അങ്ങനെ തന്നെ ഗൈസ്, ഇതാണ് അവൻ മേടിച്ചു കൊടുത്ത വള. ഒരു പാണ് ഇവൻ ഏഡ് ചെയ്തു. ബാക്കി അവന്റെ ഇവളെ പേരൻസ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഒരു പാണ് ഇവൻ ഈ സമയം ഇതിൽ 2.5 കൊല്ലത്തെ അധ്വാനാണ് ഗൈസ്. ഇവൻ തിന്നാണ്ട് കുടിക്കാണ്ടുമല്ല, ഇവനിക്ക് കിട്ടുന്ന പൈസ ഇവൻ ഒരു സാധനം പോലും മേടിക്കാണ്ട്, ഒരു മഞ്ചു പോലും മേടിക്കാണ്ട് സുരി വെച്ചതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന കറൻസി. ഇവൻ വലിയവനാണ്. അപ്പോൾ ഇവനെ കണ്ട് മാതൃകയാണെന്ന് എനിക്ക് എന്റെ വിനീത ഭാഷയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഷിഫാസ്, ഗുഡ് ബോയ്, നീ വലിയൊരു മനുഷ്യനാടാ, വലിയൊരു മനുഷ്യൻ. അപ്പോ ഷിഫാസ്, വേറെ നിനക്ക് പറയാനുള്ള പ്രശ്നങ്ങളോട് വേറെ ഒന്നുമില്ലല്ലേ? അപ്പൊ നീ ഇന്നത്തെ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്താ പറയണ്ടേ ഒരു ഇതല്ല നീ ചെയ്തത് ഇപ്പൊ. അതില് വേറൊന്നുണ്ട്. ഇത് മൊത്തം
നാട്ടിലെ പൈസ ഉണ്ടോ? റിയാൽ. നാട്ടിൽ പൈസ ഉണ്ടോ? 1 റിയാലെല്ലാം ഉണ്ട് ഗായ്സ്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇതാണ്. ഷിഫാസിന്റെ ചാരിറ്റി പരമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നെയും ഷിഫാസിനെയും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബർ അല്ലാത്തവരോട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗായ്സ്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം, അല്ലേ ഷിഫാസ്? പിന്നെ ഇവൻ കുറെ സമയം ഈ വര കാണിക്കുന്നു ഗായ്സ്. ഈ വരയിലുണ്ട് ഇവന്റെ ബുദ്ധി. താങ്ക് യു ഗായ്സ്.